ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പിഴച്ചുങ്കത്തിന്റെ പേരിലുള്ള പോര് കനക്കുകയാണ്. മോദി ട്രംപ് ബന്ധം ഉലയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതോടെ മൊത്തം തീരുവ 50%ആയാണ് ഉയർന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരുന്നതിനുള്ള പ്രതികരണമായിട്ടാണ് ഈ നീക്കം എന്നാണ് വിശദീകരണം. എന്നാൽ അമേരിക്കയിൽ വിറ്റഴിക്കുന്ന ഭൂരിഭാഗം ഐഫോണുകളും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആപ്പിളിനെയും ഈ നീക്കം എങ്ങനെ ബാധിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഇതോടെ ഐഫോണുകളുടെ വില കുത്തനെ ഉയരുമോ എന്ന ചോദ്യവും പലരും ഉന്നയിക്കുന്നുണ്ട്. ശരിക്കും ട്രംപ് മോദി പോരിനിടയിൽ ഐഫോണിന് എന്തൊക്കെ തരത്തിലാണ് ഈ പിഴച്ചുങ്കം ബാധിക്കുന്നത്? പരിശോധിക്കാം വിശദമായി. ഞാൻ ആതിര. ഐഫോൺ പ്രേമികൾക്ക് ആശ്വാസം പകരുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്ന് പറയാം. ഈ തീരുവ കൊടുങ്കാറ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് ആപ്പിൾ. ഐഫോണുകളും സെമി കണ്ടക്ടറുകളിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഉപകരണങ്ങളും ഉൾപ്പെടെയുള്ള ആപ്പിളിന്റെ പ്രധാന ഉൽപ്പന്നങ്ങളെ ഉടനടി ചുമത്തുന്ന 25% തീരുവയിൽ നിന്നും വരാനിരിക്കുന്ന സർചാർജിൽ നിന്നും ഒഴിവാക്കുമെന്നാണ് വൈറ്റ് ഹൗസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പകരം ആപ്പിൾ ഉൽപ്പന്നങ്ങളെ ഒരു പ്രത്യേക താരിഫ് ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടുമില്ല. തീരുവ പ്രഖ്യാപനങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ആപ്പിൾ സിഇഒ ടിം കുക്ക് വൈറ്റ് ഹൗസിൽ എത്തിയിരുന്നു. ട്രംപിനെ കണ്ട കുക്ക് യുഎസിൽ ആപ്പിളിന്റെ നിർമ്മാണ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട നിക്ഷേപത്തിൽ $100 ബില്യൺ വൻ വർധനയാണ് പ്രഖ്യാപിച്ചിരുന്നത്. മുൻപ് വാഗ്ദാനം ചെയ്തിരുന്ന $500 ബില്യൺ പുറമെയാണ് ഇത്. ആപ്പിളിന് ആശ്വാസം ലഭിക്കുമ്പോൾ തന്നെ അടുത്ത ഘട്ട താരിഫുകൾ മറ്റ് മേഖലകളിൽ കൂടുതൽ കഠിനമാക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ചിപ്പുകൾക്കും സെമി കണ്ടക്ടറുകൾക്കും 100% തീരുവ ചുമത്താനുള്ള നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. ഇത് ആഗോള ഇലക്ട്രോണിക്സ് വ്യവസായത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാവുന്ന നീക്കം കൂടിയാണ്. നിലവിൽ ഐഫോണുകൾക്ക് വില കൂടുമോ എന്ന ചോദ്യത്തിന് തൽക്കാലം ഇല്ല എന്നാണ് ഉത്തരം. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മറ്റെല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതി തീരുവയിൽ കുത്തനെയുള്ള വർധന നേരിടുമ്പോൾ ആപ്പിൾ താൽക്കാലികമായെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ട്രംപിന്റെ താരിഫ് നയം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതിനാലും കൂടുതൽ മേഖലകളിലേക്ക് ആയിട്ടുള്ള പ്രത്യേക തീരുവകൾ വരാനിരിക്കുന്നതിനാലും ഈ ഇളവ് എത്ര കാലം നീണ്ടു നിൽക്കും എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അതേസമയം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ട്രംപിന്റെ കടുത്ത വിമർശനങ്ങൾക്കിടയിലും കഴിഞ്ഞ സാമ്പത്തിക പാദത്തിൽ യുഎസിൽ വിറ്റഴിച്ച മിക്ക ഐഫോണുകളും ഇന്ത്യയിൽ നിർമ്മിച്ചവയാണെന്ന് ആപ്പിൾ സിഇഒ ടിം കുക്ക് അടുത്തിടെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. യുഎസ് വിപണിക്കുള്ള ഐഫോൺ നിർമ്മാണത്തിന്റെ പ്രധാന കേന്ദ്രമായി ഇന്ത്യ മാറിയെന്നും യുഎസ് ഇതര മേഖലകളിലാണ് ചൈന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനിടെയാണ് തീരുവ ഇരട്ടിയാക്കാനുള്ള ട്രംപിന്റെ ഈ നീക്കം. അതേസമയം തീരുവ വിഷയത്തിൽ ഇന്ത്യ അമേരിക്ക പോര് കനക്കുകയാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ പ്രഖ്യാപിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പരോക്ഷ മറുപടി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി. രാജ്യ താൽപര്യത്തിന് ഇന്ത്യ മുൻഗണന നൽകുമെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങളിൽ ഇന്ത്യ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. അതിനായി എന്ത് വില കൊടുക്കാനും തയ്യാറാണെന്നും മോദി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശരിക്കും ഇപ്പോൾ ഇന്ത്യയെ പിണക്കുന്ന ഈ ടിപ്പിക്കൽ ട്രംപിയൻ നയങ്ങളിൽ അമേരിക്കയ്ക്ക് തന്നെ ഭാവിയിൽ ദോഷം വരുത്തുന്ന വിധത്തിലുള്ളതുമാണ്. കാരണം ഇന്ത്യയുമായുള്ള സൗഹൃദം അമേരിക്കയ്ക്ക് ഇപ്പോൾ ആവശ്യമാണ്.